കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിണങ്ങി നിൽക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അവർ പിണങ്ങുന്നത്, എങ്ങനെയാണ് ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് സൈക്കിൾ ഒന്ന് ബ്രേക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആളുകൾ തരും. ചിലപ്പോൾ അവരുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിട്ടായിരിക്കും അവരത് കണ്ടിട്ടുണ്ടാവുക. ചിലപ്പോൾ അവർക്ക് നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നം കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ അവരെ വല്ലാതെ വേദനിപ്പിക്കും, അവർക്കത് താങ്ങാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഭയം കൊണ്ടും ചിലപ്പോൾ അവർ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് തരാം. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് നിങ്ങളുടെ മുകളിൽ കൺട്രോൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. ചിലപ്പോൾ അവർക്ക് ഒരു ഇമോഷണൽ റെഗുലേഷൻ ഇല്ലാത്ത ആളുകളാവാം. ഇങ്ങനെ പല റീസൺസ് കൊണ്ട് നമ്മൾ ആളുകളോട് പിണങ്ങും. അപ്പോൾ ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കാം, അതായത് ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരാൾ നിങ്ങളോട് പിണങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൂല്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും നിങ്ങളുടെ മൂല്യത്തെ നിങ്ങൾ അത് വെച്ച് അളക്കാതിരിക്കാം. ഓക്കെ. രണ്ടാമത്തത്, നിങ്ങൾ അവരുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് ഈ രീതിയിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഒരിക്കലും അവരുടെ പിറകെ പോയി അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്താതിരിക്കാം. നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്ന ആക്ടിവിറ്റീസിലേക്ക്, നിങ്ങളുടെ സെൽഫ് കെയർ ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾ കൂടുതൽ വ്യാപൃതരാകുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഇടയിലുള്ള പിണക്കങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കൂടാതെ പിണങ്ങി നിൽക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യാം.